Hi students. By last day we have ended our module number 4 also. നമ്മുടെ നാലാമത്തെ മൊഡ്യൂളും കംപ്ലീറ്റ് ആയി. എന്തെല്ലാമാണ് മാർക്കറ്റിംഗ് ചാനൽസ്, what are the different ways of marketing, in which we have last dealt with the direct marketing also. So today we are moving on to the new module, that is the recent trends in the marketing. എന്തെല്ലാണ് മാർക്കറ്റിംഗിലെ പുതിയ ട്രെൻഡ്സ്, എന്തെല്ലാം രീതികളിലാണ് പുതിയ മാർക്കറ്റിംഗ് വരുന്നത്, ആ ട്രെൻഡ്സ് ആണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ദിസ് ഇസ് ദ ലാസ്റ്റ് മൊഡ്യൂൾ ഓഫ് യുവർ subject also. With this we can end. Okay, so first we want to see what is the major trends. എന്തെല്ലാം ചേഞ്ചസ് ആണ് നമ്മളുണ്ടാകുന്നത്. പണ്ട് നമ്മൾ എങ്ങനെയൊക്കെ മാർക്കറ്റിംഗ് ചെയ്തിരുന്നു ആ രീതിയിലൊന്നും അല്ല ഇപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യണേ. പണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്നു, വി ഷോ അവർ പ്രൊഡക്ട്സ്, ദേ ബൈ അവർ പ്രൊഡക്ട്സ് ഓർ ത്രൂ അഡ്വർടൈസിങ്സ്, ത്രൂ ദ പോസ്റ്റേഴ്സ്, അഡ്വർടൈസിങ് ഇറ്റ് സെൽഫ് ത്രൂ ദി ടെലിവിഷൻ, then through posters. We used to see the posters on the walls and all. That way they were marketing. Sometimes through the radio and sometimes like these methods it was used. But now it has totally changed. അല്ലേ, ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ട്രഡീഷണൽ മെത്തേഡ്സ് ഒന്നുമല്ല. നൗ വി ആർ മോർ ഫോക്കസിങ് ഓൺ ദി സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾ. ഇറ്റ്സ് എ ബെസ്റ്റ് മാർക്കറ്റിംഗ് ടൂൾ ബിക്കോസ് വി ഓൾ നോ ദാറ്റ് വി ആർ നൗ ഇൻ എ സോഷ്യൽ നെറ്റ്വർക്കിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പോൾ ക്ലാസ്സസ് വരെയാണെങ്കിലും നിങ്ങളെല്ലാവരും ഫോണിൽ, അതേപോലെ തന്നെ പാരൻസും, നിങ്ങളുടെ പാരൻസ് ആണ് ഇങ്ങനെ ജോബ് ചെയ്യുന്നത്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ഇഫ് ദേ ആർ ഹാവിങ് ജോബ് ദേ ആർ ഓൾസോ ഡൂയിങ് ത്രൂ ദി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈഡ്. സോ ഇറ്റ് ബിക്കം എ ന്യൂ മെത്തേഡ് ഓഫ് മാർക്കറ്റിംഗ്. അങ്ങനെ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, ടെലി മാർക്കറ്റിംഗ്, സോഷ്യൽ മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അതേപോലെ നമ്മൾ ടി വിയിൽ തന്നെയാണെങ്കിൽ പരസ്യം ആണെങ്കിലും മാത്രമല്ല, ദേ ആർ മാർക്കറ്റിംഗ് ഇറ്റ് ത്രൂ ദ ടെലിവിഷൻ. ചില ചാനൽസിലെല്ലാം നാപ്റ്റോളിൻ്റെ പരസ്യങ്ങൾ കാണാൻ പറ്റും, ആമസോണിൻ്റെ പരസ്യങ്ങൾ. ആൻഡ് ദീസ് ഓൾ ആർ കോൾഡ് ദി ടെലി മാർക്കറ്റിംഗ്. വി ക്യാൻ ജസ്റ്റ് കോൾ ഓൺ ദാറ്റ് ആൻഡ് ഗെറ്റ് ദ പ്രൊഡക്റ്റ് ഡെലിവേർഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിംഗ് വരുന്നത്. അത് ഇങ്ങനെ രീതിയിലുള്ള മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ടെലി മാർക്കറ്റിംഗ്, അതുപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൊക്കെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും കസ്റ്റമേഴ്സും അതേപോലെ ദ manufacturing company or the marketing company either. So that gives to the term the relationship marketing. So what is meant by relationship marketing? Relationship marketing എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, CRM എന്ന് പറയും, അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു ഫേസറ്റ് ആയിട്ട് നമുക്ക് പറയാം. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഈസ് എ ഫേസറ്റ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഓർ ദി മാനേജ്മെൻറ്റ്, CRM. അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ ലോയൽറ്റി. ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ഇസ് ബിൽഡ് ബിറ്റ്വീൻ ദി കസ്റ്റമർ ആൻഡ് ദ മാർക്കറ്റർ ആൻഡ് ഫോർ വിച്ച് വി വോണ്ട് കസ്റ്റമർ ലോയൽറ്റി. നമുക്ക് അതിന് വേണ്ടി നമ്മൾ കസ്റ്റമർ ലോയൽറ്റി എന്ന കൺസെപ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ്, അത് നമുക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾവേസ് ലീഡ് ടു ലോങ് ടേം കസ്റ്റമർ എൻഗേജ്മെൻറ്റ്. കസ്റ്റമറിനെ ലോങ് ടേം ആയിട്ട് എൻഗേജ് ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ്, ഇറ്റ് റിലേറ്റ്സ് ടു ദ ഷോർട്ട് ടേം ഗോൾസ്, കസ്റ്റമർ അക്വിസിഷൻ, അതേപോലെ ഇൻഡിവിജ്വൽ സെയിൽസ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ സെയിൽസ് റീച്ച് ചെയ്യാൻ, അതേപോലെ കസ്റ്റമറിനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ്, ഇതെല്ലാം ഷോർട്ട് ടേം മീൻസ് ആണ്, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നത്. So it is a facet of customer relationship management or marketing, CRM, and it mainly focus on അവരുടെ ഹൈ അല്ലെങ്കിൽ ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത് കസ്റ്റമർ ലോയൽറ്റി ആൻഡ് കസ്റ്റമർ എൻഗേജ്മെൻ്റ് ആണ്. ആൻഡ് ദ ഷോർട്ട് ടേം ഗോൾസ് ലൈക്ക് ദ ഇൻഡിവിജ്വൽ സെയിൽസ് ആൻഡ് ദ കസ്റ്റമർ അക്വിസിഷൻ ആർ ഓൾസോ സം ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹാവിങ് എ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. സോ വാട്ട് ഈസ് മെൻ ബൈ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്? ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു കസ്റ്റമറിൻ്റെ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് മാർക്കറ്റിംഗ് ആണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ ദി പത്മരാജ് 1993 ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ പ്രോസസ് വെയർ ബൈ ദ സെല്ലർ ആൻഡ് ദ ബയർ ജോയിൻ ഇൻ സ്ട്രോങ് പേഴ്സണൽ, പ്രൊഫഷണൽ ആൻഡ് മ്യൂച്വലി പ്രോഫിറ്റബിൾ റിലേഷൻഷിപ്പ് ഓവർ എ ടൈം. അതിൽ സെല്ലേഴ്സും ബയേഴ്സുമായിട്ട്, വാങ്ങുന്ന ആൾക്കാരും വിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു സ്ട്രോങ് പേഴ്സണൽ ഓർ പ്രൊഫഷണൽ ആൻഡ് മ്യൂച്വലി പ്രോഫിറ്റബിൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാണ് ഓവർ എ ടൈം. കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മൾ അവരുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. ഇൻ ടെലി മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മാർക്കറ്റിംഗ്, ഇപ്പം കൂടുതൽ നടക്കുന്ന ടെലി മാർക്കറ്റിംഗ് സോഷ്യൽ മാർക്കറ്റിംഗ് ആണ്. അതിലെന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം അവർക്ക്
ഇപ്പം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്നാണ് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്നതെങ്കിൽ അവരുമായിട്ട് നമ്മൾ ആദ്യം ഒരു മെസ്സേജ് അയക്കുന്നു, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസുകൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ എന്താണ് ഉണ്ടാക്കുന്നത്, അവരുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് ഒരു മാർക്കറ്റിങ്ങിലേക്ക് എത്തുന്നതിനെയാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ലോങ് ടേമിലാണ്, പതുക്കെയാണ് നമ്മൾ ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വരുന്നത്. ഇറ്റ് വിൽ ബി സ്ട്രോങ്, പേഴ്സണൽ ആൻഡ് ഓൾസോ പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഉണ്ടാവും, അതേപോലെ പേഴ്സണലും ഉണ്ട്. വേറാസ് ഇൻ കേസ് വി ബൈ എ പ്രൊഡക്റ്റ് ഫ്രം എ ഷോപ്പ്, അങ്ങനെ വാങ്ങുമ്പോൾ ഒരിക്കലും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല. നമ്മൾ ജസ്റ്റ് പോകുന്നു, പ്രൊഫഷണൽ റിലേഷൻഷിപ്പായിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നു, പ്രൊഡക്റ്റ് വാങ്ങുന്നു. ബട്ട് ത്രൂ ആ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഓർ ത്രൂ ദി ഇന്റർനെറ്റ് ആൻഡ് ഓൾ, വി ആർ ഹാവിംഗ് എ സ്ട്രോങ് പേഴ്സണൽ ആസ് വെൽ ആസ് എ പ്രൊഫഷണൽ relationship between the customer, that is the buyer and the seller. So this is called the റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, കുറച്ച് രീതികളിലാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് പോകുന്നത്. ഇൻ വിച്ച് ദ ഫസ്റ്റ് വൺ ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ കീ കസ്റ്റമേഴ്സ്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആരാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഹൂ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു buy our product. Every person in a society doesn't want every product. ഇപ്പോൾ എനിക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കും വേണ്ടി വരത്തില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് എനിക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായ കസ്റ്റമേഴ്സ് ഉണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ആർക്കാണോ അത് വാല്യുബിൾ ആകുന്ന അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പം മൊബൈൽ ഫോൺസ് തന്നെ കുഞ്ഞു കുട്ടികൾക്കൊന്നും മൊബൈൽ ഫോൺസ് വേണ്ട, കുറച്ചുകൂടെ വലുതായി ഇപ്പോൾ ക്ലാസ്സുകൾ മൊബൈലിലായതുകൊണ്ട് മാത്രമാണ് ചെറിയ കുട്ടികൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ വളരെ പ്രായമായവരും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാറില്ല, അവർക്ക് അതിനെ പറ്റിയിട്ട് വലിയ നോളജ് ഉണ്ടാവണമെന്നില്ല, ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല. സോ based on the product or based on the needs of the product, we want to identify the customers. ആ പ്രൊഡക്റ്റിൻ്റെ നീഡ്സ് ആരെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കീ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡെവലപ്പിംഗ് എ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. പക്ഷേ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആദ്യം നമുക്ക് ആര് വേണം, കസ്റ്റമേഴ്സ് വേണം. കസ്റ്റമേഴ്സ് കീ കസ്റ്റമേഴ്സും ആയിരിക്കണം, ആരാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ വി നീഡ് ടു ട്രീറ്റ് ദം വാല്യുബിൾ, because they are the ones who are going to market our product. നമ്മൾ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് ആ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ വേറെ കസ്റ്റമേഴ്സിന് അവർക്കറിയുന്ന കുറച്ച് ഗ്രൂപ്പ് ആൾക്കാരുണ്ടാവും, അതേ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിലുള്ളവർ, അവരോട് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ദേ ആക്ട് ആസ് അംബാസിഡേഴ്സ്, അവർ അംബാസിഡേഴ്സ് ആയിട്ട് മാറും നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് first important step in relationship marketing, that is identification of key customers. Second one is assigning duties to the skilled relationship managers. നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് റിക്വയർസ് ബെസ്റ്റ് സ്കിൽ മാനേജ്മെൻറ്റ് ഓർ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. മാനേജേഴ്സ് ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാനേജേഴ്സ് ആയിരിക്കണം. എവറി പേഴ്സൺ വിൽ നോട്ട് ബി ഹാവിംഗ് ദ കേപ്പബിലിറ്റി ഓഫ് അട്രാക്ടിങ് ദ കസ്റ്റമേഴ്സ് ആൻഡ് റീറ്റെയിനിങ് ദ കസ്റ്റമേഴ്സ്. ഇപ്പോൾ സെയിൽസ്മെൻസ് തന്നെ പല രീതിയിലുള്ള സെയിൽസ്മാൻ ഉണ്ട്. ചിലവർ അവരുടെ പ്രൊഡക്റ്റ് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ചില ആൾക്കാരാണെങ്കിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും കസ്റ്റമേഴ്സുമായിട്ട്. നമ്മൾ ചില ഷോപ്പിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, അവർ ഓടി വരുന്നു, നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു, നമ്മുടെ വീട് എവിടെയാണ്, അങ്ങനെ രീതിയിൽ പതുക്കെ സംസാരിച്ച് നമ്മളെ അടുപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ്, അങ്ങനെയുള്ള മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് ഉണ്ട്. സോ such kind of skilled managers are to be identified, they are to be assigned with duties. അവർക്ക് കുറച്ച് ഡ്യൂട്ടീസും കൊടുക്കണം. അവരെന്ത് ചെയ്യണം, അവരായിരിക്കണം ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. അതിന് they should be given some kind of duties also. Okay, that is the second one. We won't assign duties to those skilled relationship managers. And third one is assigning duties to overall managers. ഈ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന മാനേജേഴ്സ് ആയിരിക്കും. ബട്ട് ദർ ഷുഡ് ബി അനദർ പേഴ്സൺ ഹൂ ഇസ് എ ഹെഡ് ഓഫ് ദീസ് റിലേഷൻഷിപ്പ് മാനേജർ ഹൂ വോണ്ട് ടു സീ ദ ഓവറോൾ മാനേജ്മെന്റ്. They want to see about the customers, they want to see about the relationship managers, everybody. So അങ്ങനെ ആ ലാസ്റ്റ് കെയർ അല്ലെങ്കിൽ ഓവറോൾ മാനേജേഴ്സിന് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കണം. ദേ ഷുഡ് ബി ഗിവൻ ദ ഡ്യൂട്ടീസ്
to evaluate those skills of this relationship management. റിലേഷൻ മാനേജ്മെൻറ്റ്സിൻ്റെ സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് നല്ലതാണോ ചീത്തയാണോ എന്നറിയുന്ന ഒരു മാനേജേഴ്സും ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ജ്വല്ലറി ഷോപ്പിൽ പോയാൽ തന്നെ അവിടെ നമ്മൾ കാണാം, നമ്മളെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ഡയറക്റ്റ് ഹൈ മാനേജർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ ആയിരിക്കില്ല. വി വിൽ ബി ഡെൽറ്റ് വിത്ത് സം ഓഫ് ദ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ഓഫ് ദ സെയിൽസ് പേഴ്സൺ ഇൻ ദോസ് ഷോപ്സ്. അല്ലേ, ഗോൾഡിന് നമ്മളുമായിട്ട് അവരോട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അവരാണ് റിലേഷൻഷിപ്പ് മാനേജേഴ്സ്. ബട്ട് ഇൻ ടേൺ വെൻ വി ആർ മൂവിങ് ഓൺ ടു ദി ബില്ലിംഗ് സെഷൻ ആൻഡ് ഓൾ, ദേ വിൽ ബി സെയിങ് ദാറ്റ് വി ക്യാൻ മീറ്റ് വിത്ത് എ മേജർ മാനേജർ ഓഫ് ആ ഷോപ്പ് എന്ന് പറഞ്ഞ് നമ്മളെ അവരായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ബിക്കോസ് ടു ഗെറ്റ് സം കൈൻഡ് ഓഫ് റിലീഫ് ഫ്രം ആ എമൗണ്ട്, അതിനെല്ലാം വേണ്ടി നമ്മൾ പിന്നെയാണൊരു overall manager meet ചെയ്യുന്നത്. So there will be two kinds of managers, that is the relationship management and the overall manager. So both are to be given the duties. That is the third step. So first we want to identify the key customers, second we want to assign the duties to the relationship managers, and third we want to assign the duties to the overall managers. Now we want to study the levels of relationship marketing. Relationship marketing il pala range of levels ഉണ്ട്. We can say there are 5 levels of relationship marketing. ഒരു പ്രൊഡക്റ്റ് റിലേഷൻഷിപ്പിലൂടെ സെൽ ചെയ്യാൻ വേണ്ടി we want 5 types. First one is the basic marketing. ബേസിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കാണുന്ന, ഇപ്പം ഞാൻ പറഞ്ഞ ഗോൾഡ് ഒരു ജ്വല്ലറിയിൽ തന്നെയാണെങ്കിൽ the salesperson will be having the direct sales to the final customers. Final customersന് salesperson തന്നെയാണ് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Okay, that is a basic marketing. Under this, the salesperson make the direct sales to the final customers. Second one is the reactive marketing. Reactive marketing means under the system, the salesperson will sell the product and encourage the customers to call for any clarification required and also for any inquiries. റിയാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെയിൽസ് പേഴ്സൺ പ്രൊഡക്റ്റ് സെല് ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിനോട് പറയും, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് ഷോപ്സ് എന്നല്ല, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ബൈങ് എൻ AC or a refrigerator from a shop, they will be saying that this is the item, you can buy it and all. They will give the specification and all. And finally on the purchase, they will be informing that one of the if you have any clarification, if you want any kind of clarification, or if you want any kind of after service, you just want to call me and I can help you. Like that way they will give a message. That is called the reactive marketing. Third one is accountable marketing. That is, in this the salesperson calls the customer to ensure that the product is working properly. In that case, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ച് ചോദിക്കുന്നു. ഇപ്പോൾ സെയിൽസ് പേഴ്സൺ ആ കസ്റ്റമറിനെ വിളിച്ചിട്ട് ചോദിക്കുക, ഇഫ് ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി, ഇസ് ദർ ഇസ് എനി പ്രോബ്ലം ഫോർ ദ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ എൻക്വയറി ചെയ്യുകയാണ് സെയിൽസ് പേഴ്സൺ എങ്കിൽ, ഇറ്റ് ഈസ് കോൾഡ് അക്കൗണ്ടബിൾ മാർക്കറ്റിംഗ്. ദാറ്റ് ഈസ് ഹീ ഈസ് ടേക്കിംഗ് ദ അക്കൗണ്ടബിലിറ്റി ഓഫ് ദോസ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി ആ പേഴ്സൺ എടുക്കുക. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ദി അക്കൗണ്ടബിൾ മാർക്കറ്റിംഗ്. ഹി ജസ്റ്റ് കോൾ ആൻഡ് എൻക്വയർ ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി, ഇൻ വിച്ച് ഹി വോണ്ട് ടു നോ സം ഓഫ് ദ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക്. എന്നുവെച്ചാൽ എന്തെങ്കിലും അയാൾ പ്രൊവൈഡ് ചെയ്ത സർവീസിലോ പ്രൊഡക്റ്റിലോ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അറിയാൻ വേണ്ടിയിട്ടും എന്ത് രീതിയിലുള്ള ഫീഡ്ബാക്കാണ് പ്രൊവൈഡഡ് ആവുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് ദ അക്കൗണ്ടബിൾ മാർക്കറ്റിംഗ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എ പ്രൊആക്റ്റീവ് മാർക്കറ്റിംഗ്. പ്രൊആക്റ്റീവ് മാർക്കറ്റിംഗ് മീൻസ് the company works continuously with its customers to help to improve the performance. So continuous ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന ചില കമ്പനി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദ ഫിനാൻഷ്യൽ കമ്പനീസ്, ഇൻ വിച്ച് അതിലെന്താ സംഭവിക്കുന്നത്, കസ്റ്റമേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ആ ഫിനാൻഷ്യൽ കമ്പനി ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടാവും, അവരുടെ ചിലപ്പോൾ ഒരു ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ബാങ്കുമായിട്ടുള്ളത് proactive marketing ആണ്. ബിക്കോസ് ത്രൂ ദ ബാങ്ക് വി ഡെപ്പോസിറ്റ് മണി, വി ടേക്ക് മണി, വി ട്രാൻസ്ഫർ മണി, അങ്ങനെ പല രീതിയിലുള്ള ഒരു മാസത്തിൽ എത്രയോ തവണ നമ്മൾ ഒരേ കമ്പനീനെ തന്നെ മീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന റെഗുലറായിട്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ട് കസ്റ്റമേഴ്സിൻ്റെ എങ്കിൽ ദാറ്റ് ഈസ് ദ പ്രൊആക്റ്റീവ് മാർക്കറ്റിംഗ്. അപ്പോൾ പതുക്കെ അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. കസ്റ്റമേഴ്സിന് നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടാവും ദോസ് കൈൻഡ് ഓഫ് കമ്പനീസ്.
ഫോർ എക്സാമ്പിൾ ഇഫ് വി ആർ പ്രീമിയം കസ്റ്റമേഴ്സ്, ഇപ്പോൾ നമ്മൾ നല്ല രീതിയിലൊരു ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫിനാൻഷ്യൽ കമ്പനി എങ്കിൽ ദേ വിൽ കോൺടാക്ട് റെഗുലർലി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യും. വി വിൽ ബി ഗെറ്റിംഗ് ദ മെസ്സേജസ് ഫ്രം ദർ സൈഡ്. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ കമ്പനീസ് പോലെ തന്നെയാണ് ഇപ്പം സർവീസ് പ്രൊവൈഡേഴ്സ്. നമ്മുടെ മൊബൈൽ ഫോൺസിൻ്റെ ഇപ്പം നമ്മുടെ വോഡാഫോൺ, ഐഡിയ, എയർടെൽ, BSNL ഇവരെല്ലാം നമ്മളോട് ചെയ്യുന്ന പ്രൊആക്റ്റീവ് മാർക്കറ്റിംഗാണ്. ദേ കീപ്പ് ഓൺ സെൻഡിങ് മെസ്സേജസ് ഇല്ലേ, നമ്മുടെ ഫോണിൽ ഒരു ദിവസം എത്ര മെസ്സേജ് വരും ഒരു ഫോൺ കമ്പനിയുടെ. ദേ വിൽ ബി സേയിങ് അബൌട്ട് ദി ഓഫേഴ്സ്, ദേ വിൽ ബി സേയിങ് അബൌട്ട് അവർ പ്ലാൻ, എവറിത്തിങ് ദേ വിൽ ബി ഡിസ്കസിങ്. അങ്ങനെ റെഗുലറായിട്ട് കോൺടാക്റ്റ് വെക്കുന്ന ആൾക്കാരാണ് പ്രൊആക്റ്റീവ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നവർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പാർട്ട്ണർഷിപ്പ് മാർക്കറ്റിംഗ്. That is, the company works continuously with its large customers to improve its performance. കുറേ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ഹൈ റേഞ്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവരുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് മാർക്കറ്റിംഗ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് അവരുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്ന കസ്റ്റമേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു റോ മെറ്റീരിയൽ പോലെ, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഫൈനൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ സെൻഡിങ് ദെയർ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അവർ ചിലപ്പോൾ അതിലെന്തെങ്കിലും ഓൾട്രേഷൻ കൊടുത്തിട്ടാണ് വേറൊരു കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കമ്പനീസുണ്ട്. ഇപ്പം നമ്മൾ വുഡിൻ്റെ ഒരു മാനുഫാക്ചറിങ് കമ്പനി, അല്ലെങ്കിൽ നമ്മൾ പ്ലൈവുഡിൻ്റെ കമ്പനി ആണെങ്കിൽ പ്ലൈവുഡ് കമ്പനി വിൽ ബി ഹാവിങ് എ ഡീലിംഗ് വിത്ത് വൺ ഓഫ് ദ ഫർണിച്ചർ കമ്പനി ഇല്ലേ. ഫർണിച്ചർ കമ്പനീസ് ആയിരിക്കും പ്ലൈവുഡ് കമ്പനിയുടെ കസ്റ്റമർ, ബട്ട് ദേ ആർ നോട്ട് ദ ഫൈനൽ കസ്റ്റമേഴ്സ് അല്ലേ. പ്ലൈവുഡ് ആദ്യം ഫർണിച്ചറാക്കി അത് ഫൈനലി നമ്മുടെ സാധാരണ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കണം. പക്ഷേ ഇടയ്ക്ക് ഈ പ്ലൈവുഡ് മാനുഫാക്ചേഴ്സും അതേപോലെ ഫർണിച്ചർ മാനുഫാക്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും, അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് എപ്പോഴും പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. പ്ലൈവുഡുകാർ പ്രൊഡക്റ്റ് കൊടുത്താൽ മാത്രമാണ് ഫർണിച്ചർക്കാർക്ക് ഫർണിച്ചർ ഉണ്ടാക്കി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ദേ വിൽ ബി ഹാവിങ് എ പാർട്ട്ണർഷിപ്പ് മാർക്കറ്റിംഗ്. Okay, so these are the different levels of relationship marketing. What are they? Basic marketing, reactive marketing, accountable marketing, proactive marketing, and partnership marketing. These are the 5 types of marketing. These are the 5 levels of relationship marketing. So next we want to study what is the benefits of relationship marketing. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്താണെന്ന് കണ്ടു, അതിന് എന്തെല്ലാം സ്റ്റെപ്സ് വേണമെന്ന് മനസ്സിലായി. ആൻഡ് വാട്ട് ആർ ദ ലെവൽസ്, ദീസ് വേർ ഡിസ്കസ്. സോ നൗ വി വോണ്ട് ടു മൂവ് ടു ദ ബെനിഫിറ്റ്സ്. എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് നിന്ന് കിട്ടുന്നത്? ഫസ്റ്റ് വൺ ഇസ് ദ ഗ്രേറ്റർ റിവ്യൂസ്. ഗ്രേറ്റർ റിവ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൽ നമ്മുടെ മേജർ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ. വി വോണ്ട് ദ കസ്റ്റമേഴ്സ് ടു ബി ഹാപ്പി വിത്ത് അവർ പ്രൊഡക്റ്റ്. ഇപ്പം നമ്മൾ ഹാപ്പി കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ഫേമിനെ ആണെങ്കിൽ ദേ വിൽ ഗീവ് പോസിറ്റീവ് റിവ്യൂസ് ആൻഡ് ഒപ്പീനിയൻസ് ഫോർ ദം. നമ്മളിപ്പോൾ സോഷ്യൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണാറുണ്ട്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതായി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് തിരിച്ച് ദ പ്രൊഡക്റ്റ് വാസ് ഗുഡ്, ഓർ ഇഫ് ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ദ കസ്റ്റമർ ലൈക്ക് ദ പ്രൊഡക്റ്റ്, അങ്ങനെ രീതിയിലുള്ള കമൻസ് കാണാം, റിവ്യൂസ്, പോസിറ്റീവ് റിവ്യൂസ് തരും. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സോഷ്യൽ മാർക്കറ്റിങ്ങിൽ തന്നെ നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓപ്പൺ റിവ്യൂ വരുമ്പോൾ, ഒരു ഗുഡ് റിവ്യൂ വരുമ്പോൾ ദ അതർ കസ്റ്റമേഴ്സ് വിൽ ഓൾസോ ബി ഇൻട്രസ്റ്റഡ് ടു ട്രൈ അവർ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇല്ലേ. നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന കമ്പനികൾ, അത് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെയൊക്കെ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം 5 സ്റ്റാർ റേറ്റിംഗ്, 4 സ്റ്റാർ റേറ്റിംഗ്, 3 സ്റ്റാർ റേറ്റിംഗ്. ഫിലിംസിൻ്റെയും കാണാറുണ്ട് ഇങ്ങനെ റേറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ റിവ്യൂസ് ഗിവൺ ബൈ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് തരുന്ന റിവ്യൂസ് ആണ്. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓർ ദ ബെസ്റ്റ് ബെനിഫിറ്റ് ഓഫ് ദ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. നല്ല റിവ്യൂസ് കിട്ടും വിച്ച് ക്യാൻ അട്രാക്ട് ദ ന്യൂ കസ്റ്റമേഴ്സ്. സെക്കൻഡ് വൺ ഇസ് മോർ ഫീഡ്ബാക്ക്. ഒരു റിലേഷൻഷിപ്പാണ്, ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് നടക്കുമ്പോൾ എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എപ്പോഴും കോൺടാക്ട് ചെയ്യും, ചിലപ്പോൾ ഇടയ്ക്ക് മെസ്സേജിലൂടെ കോൺടാക്ട് ചെയ്യും. ഇൻ ഓൾ ദീസ് കേസസ് വി വിൽ ഗെറ്റ് സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക്. എപ്പോഴും ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും കസ്റ്റമേഴ്സ്. നമ്മൾ ചോദിച്ച് അവരെന്തായാലും ഫീഡ്ബാക്ക് തരുന്നവരായിരിക്കും. സോ ഓൾവേസ് വി വിൽ ഗെറ്റ് ഗുഡ് ഫീഡ്ബാക്ക് ഓർ മോർ ഫീഡ്ബാക്ക് കിട്ടും. എപ്പോഴും നല്ല ഫീഡ്ബാക്ക് കിട്ടണമെന്നില്ല. നമ്മുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണെങ്കിൽ ദേ വിൽ ഗീവ് ബാഡ് ഫീഡ്ബാക്ക്, ബട്ട് വി ക്യാൻ മേക്ക് ദ ഇംപ്രൂവ്മെൻറ്റ് ഓൺ ഹിയറിംഗ് ദോസ് ഫീഡ്ബാക്സ് ടു. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ കേട്ട് കഴിയുമ്പോൾ അത്
അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. ദാറ്റ് ഇസ് ദ സെക്കൻഡ് വൺ. മൂവ് ഫീഡ്ബാക്ക് ക്യാൻ ബി കളക്റ്റഡ് ഇൻ എ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. തേർഡ് വൺ ഇസ് ദ മൂവ് വേർഡ് ഓഫ് മൗത്ത്. More word of mouth means the person trusts the opinions of the friends and family members more than any form of advertisements. പക്ഷെ നമ്മൾ സോഷ്യൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ പല കസ്റ്റമേഴ്സും വാങ്ങുന്നു, എന്നിട്ട് ആ കസ്റ്റമേഴ്സ് അവരുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നു. വി ഡോണ്ട് വോണ്ട് ടു ഗീവ് എനി കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്. നമ്മൾ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഓട്ടോമാറ്റിക്കലി ദേ വിൽ ഗീവ് ദ അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലേ. ബാക്കി നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയ കസ്റ്റമേഴ്സ് തന്നെയായിരിക്കും അവരുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് റിസീവ് ഫ്രം എ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ദാറ്റ് ഈസ് ദ മോർ വേർഡ് ഓഫ് മൗത്ത്. നമ്മൾ കൂടുതൽ എഫക്റ്റീവ് ആവുന്ന ഒരാൾ പറഞ്ഞ് എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമായി, ഞാൻ എനിക്കിഷ്ടമായി എന്നൊരാളൊരു പ്രൊഡക്റ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഹാവ് എ മോർ കോൺഫിഡൻസ് ടു ബൈ ദാറ്റ് പ്രൊഡക്റ്റ് ദാൻ സീയിങ് എനി അഡ്വർടൈസ്മെൻറ്റ്സ്. സോ ദാറ്റ് ഈസ് അനദർ ബെനിഫിറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ദ കസ്റ്റമർ അക്വിസിഷൻ. നമ്മുടെ കസ്റ്റമേഴ്സിന് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ഒരു സ്നോബോൾ എഫക്റ്റ് ഉണ്ട്. സ്നോബോൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് ഒരു വിശ്വാസം വരും. നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് ചേർന്ന് വരും. ഒരു കസ്റ്റമറിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത ഒരു 100 കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത പോലെയാണ്. ബിക്കോസ് ഹീ വിൽ ഗീവ് ദാറ്റ് റെക്കമെൻഡേഷൻ ടു ഓൾ അസ് റിലേറ്റീവ്സ്. എപ്പോഴും പറയും, നമ്മളൊരു പുതിയ ഒരു സാരി ഉടുത്തിട്ട് പോവുകയാണ് ഒരിടത്തെങ്കിൽ ഫസ്റ്റ് എല്ലാവരും കൂടെ ചോദിക്കുമ്പോൾ ഇതെവിടെ നിന്നാ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കടയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഓൾ വിൽ ബി എക്സൈറ്റഡ്. അവർ സാറ്റിസ്ഫൈഡ് ആയി. അപ്പം അത്രയും പേരും സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ നമുക്ക് അക്വസിഷൻ കൂട്ടിയെടുക്കാൻ പറ്റും. കസ്റ്റമറിൻ്റെ അക്വസിഷൻ കൂട്ടിയെടുക്കാൻ പറ്റും. പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദ ഫോർത്ത് അഡ്വാൻറ്റേജ്, ദ ബെനിഫിറ്റ് ഓഫ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് വൺ ഇസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെയിൽസ്. നമ്മളിങ്ങനെ സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യല്ലേ കസ്റ്റമേഴ്സുമായിട്ട്. ഇൻ ദാറ്റ് കേസ് ദോസ് കസ്റ്റമേഴ്സ് വിൽ ബി വെരി ലോയൽ ടു അവർ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി അവർ ഭയങ്കര ലോയലായിരിക്കും. ലോയൽ എന്ന് പറഞ്ഞാൽ അതേപോലത്തെ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി അപ്രോച്ച് ദ സെയിം ഫേം. ഇപ്പോൾ ഞാനൊരു കമ്പനിയുടെ AC വാങ്ങി. ഇപ്പം ലോയിഡിൻ്റെ AC ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നതെങ്കിൽ അതിനുശേഷം എനിക്കൊരു റെഫ്രിജറേറ്റർ വാങ്ങണം എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ ഇഫ് ദാറ്റ് AC ലോയിഡ് കമ്പനി ഗീവ്സ് ബെസ്റ്റ് ആഫ്റ്റർ സർവീസ്, പ്രൊഡക്റ്റ് നമുക്ക് തന്നു കഴിഞ്ഞിട്ടും അതിൻ്റെ ഡിഫോൾട്ട്സ് ഒക്കെ അറിയാനും എല്ലാം അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഓർ ഇഫ് ദേ ആർ ഗിവിങ് ദ ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ്, വി വിൽ automatically be loyal to those companies and we don't switch over to any other company. വേറെ സാംസങ്ങിലോട്ടോ ഗോദ്രേജിലോട്ടോ ഒന്നും നമ്മൾ മാറത്തില്ല. വി വിൽ ബി സ്റ്റിക്കിംഗ് ഓൺ ടു ദ ലോയിഡ് കമ്പനി ആൻഡ് വി വിൽ ബൈ ദി അനദർ പ്രൊഡക്റ്റ് ലൈക്ക് റെഫ്രിജറേറ്റർ ഫ്രം ദ സെയിം കമ്പനി. സോ ഇറ്റ് ക്രിയേറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെയിൽസ്. ആ കമ്പനിയുടെ സെയിൽസ് കൂടുവാണ്. ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് sales. And the last benefit of relationship marketing is less advertising cost. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്നോബോൾ എഫക്റ്റോടെയാണ് ഇതിൻ്റെ അഡ്വർടൈസിങ് നടത്തുന്നത്, അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്തിലൂടെ. പക്ഷെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ബാക്കി ഓരോ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ ഓരോ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ഹീ വിൽ ബി അഡ്വർടൈസിങ്, ഹീ വിൽ ബി സേയിങ് ഇറ്റ് ബൈ ഹിസ് മൗത്ത്. അല്ലെങ്കിൽ ഒരു സ്നോബോൾ എഫക്റ്റിലൂടെ പല കസ്റ്റമേഴ്സും കുറേ കസ്റ്റമേഴ്സും നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് വിൽ ബി മോർ എഫക്റ്റീവ് ദാറ്റ് എനി കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്. പിന്നെ ഒരു പത്രത്തിൽ കൊടുക്കുന്നതോ ഒരു TV കൊടുക്കുന്നതോ അവർക്ക് പേഴ്സണലി അയക്കുന്നതിലും എത്രയോ നല്ലതാണ് വേറൊരു കസ്റ്റമർ പറയുന്നത്. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് reducing the advertising cost. We won't be needing any kind of expenses in advertising the product. നമ്മൾ കൂടുതൽ അഡ്വർടൈസിങ് കൊടുക്കേണ്ടി വരത്തില്ല. So these are the major benefits of having or doing a relationship marketing. So what are they? First, we have discussed the relationship marketing, its definition and what are the major features. CRM ന്റെ ഒരു ഭാഗമാണ്. അതേപോലെ കസ്റ്റമർ ലോയൽറ്റി, കസ്റ്റമർ എൻഗേജ്മെന്റ് ആൻഡ് കസ്റ്റമർ അക്വിസിഷൻ ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽ സെയിൽസ് ഇസ് എ ഫോക്കസ് ഓഫ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. Then we have seen the different steps in relationship marketing. First, we want to identify the key customers. Then we want to assign the duty to the relationship managers and also assign the duties to the overall management to check with or evaluate the relationship managers.
Then we saw the different levels of relationship marketing, that is basic marketing, reactive marketing, accountable marketing, proactive marketing, and partnership marketing. So these were the 5 levels of relationship marketing. Then we have discussed the benefits of relationship marketing. എന്തെല്ലാം benefit ആയിരുന്നു? Great reviews, more feedback, more word of mouth, higher return on the investment from the customer acquisition, then multiplication of sales, and also less advertising cost. So next we want to deal with the സോഷ്യൽ മാർക്കറ്റിംഗ്. അപ്പം നമ്മൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്താണെന്ന് കണ്ടു. അതേപോലെയുള്ള വേറൊരു കൺസെപ്റ്റാണ് സോഷ്യൽ മാർക്കറ്റിംഗ്. സോ വാട്ട് ഇസ് സോഷ്യൽ മാർക്കറ്റിംഗ്? Philip Kotler has defined social marketing as a management orientation aimed at customer satisfaction and long-run public welfare as the key to satisfy the organization goals and responsibility. എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് തിയറീസ് അല്ലെങ്കിൽ ടെക്നിക്സ് എല്ലാം സോഷ്യൽ സിറ്റുവേഷൻസ് എന്താണ്, അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസിനനുസരിച്ചുള്ള തിയറീസ് അഡോപ്റ്റ് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ, അതിൽ നമ്മൾ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ പബ്ലിക് വെൽഫെയർ, ഇതെല്ലാമായിരിക്കും നമ്മുടെ ഫോക്കസ്. അതേപോലെ ഓർഗനൈസേഷൻ ഗോൾസ് മീറ്റ് ചെയ്യുക, അവരുടെ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യുക. ദീസ് ആർ ദ മേജർ features or what are to be focused in social marketing. So this is a definition given by Philip Kotler, or otherwise we can study a definition like application of marketing theories and techniques to social situations in which the impact of marketing decisions on the well-being of the society is studied. നമ്മൾ സൊസൈറ്റിയുടെ വെൽബീയിങ് ആണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ പബ്ലിക് വെൽഫെയർ ആണ് സോഷ്യൽ മാർക്കറ്റിങ്ങിൽ നമ്മുടെ ഫോക്കസ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും വരും in application with the marketing theories and techniques. This is social marketing. So that involves the planning and orientation of programs. നമുക്ക് സോഷ്യൽ ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് സോഷ്യൽ മാർക്കറ്റിംഗ്. സോ ഇതിൽ നമ്മൾ കൂടുതൽ നോക്കുന്നത് എന്താണ്? കസ്റ്റമറിൻ്റെ നീഡ്സ്, ദാറ്റ് ഇസ് വി വോണ്ട് ടു സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ നീഡ്സ്, വി വോണ്ട് ടു എക്സ്റ്റെൻഡ് ദ ഐഡിയ ഓൺ മാർക്കറ്റിംഗ് ടു സോഷ്യൽ ഫീൽഡ്സ് ആൻഡ് കൺസിഡറേഷൻ ഓഫ് സോഷ്യൽ ഇമ്പാക്ട്. സൊസൈറ്റി മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ അറിയിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിംഗ് ഓഫ് ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ് എന്താ വെച്ചാൽ വൺ ചൈൽഡ് ഫോർ എ ഫാമിലി അല്ലെങ്കിൽ 2 ചൈൽഡ് ഫോർ എ ഫാമിലി എന്ന രീതിയിലുള്ള ഫാമിലി പ്ലാനിങ് എല്ലാം എന്താണ്? സോഷ്യൽ മാർക്കറ്റിംഗ്. പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കായിരുന്നു ഇത്. അപ്പോൾ അതെല്ലാം എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിക്ക് അതേപോലെ എൻവയോൺമെൻറ്റൽ ബിസിനസ്സിന് നല്ലതാവുന്ന കുറച്ച് കാര്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യുന്നതിനാണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ അപ്ലൈഡ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഫാമിലി പ്ലാനിങ്, ദാറ്റ് മീൻസ് ദ ഹെൽത്ത് പ്രൊമോഷൻ ക്യാമ്പയിൻസിൽ സോഷ്യൽ മാർക്കറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ ഇന്ത്യ ഇപ്പം എയ്ഡ്സിനെ പറ്റിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തുന്നു, അല്ലെങ്കിൽ ആൻറ്റി ടൊബാക്കോ ക്യാമ്പയിൻസ്, ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻസ്, ആൻറ്റി പൊല്യൂഷൻ ക്യാമ്പയിൻ. ദീസ് ഓൾസ് ആർ സോഷ്യൽ മാർക്കറ്റിംഗ്. ഇതിലെല്ലാം നടക്കുന്ന ഒരു ആൻറ്റി ടൊബാക്കോ ക്യാമ്പയിൻസിൽ എന്താണ്? ഒരു പോസ്റ്റേഴ്സായിട്ട് കുറച്ച് ആൾക്കാരായിരിക്കും ഇതിനനുസരിച്ച് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ്. ഇനി നമ്മൾ അങ്ങനെ ടൊബാക്കോ യൂസ് ചെയ്യരുത് എന്ന രീതി ക്യാമ്പയിൻ നടക്കുമ്പോൾ അത് സൊസൈറ്റിക്ക് നല്ലതാണ്. സൊസൈറ്റിയിൽ പല ആൾക്കാരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് സീൻ ഇൻ എ ഹെൽത്ത് പ്രൊമോഷൻ ക്യാമ്പയിൻസ് ലൈക്ക് AIDS awareness, anti-tobacco, anti-drugs and anti-pollution campaigns. Next application is in the environment protection campaigns. Environment പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള ക്യാമ്പയിൻസ് കാണാറുണ്ട്. ഓൺ ദ സ്പെഷ്യൽ ഡേയ്സ് ലൈക്ക് ദ എൻവയോൺമെൻറ്റ് ഡേ, വാട്ടർ ഡേ, സോയിൽ ഡേ, agriculture day, like that there are several types of days. ഇപ്പോൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പല ദിവസങ്ങളുണ്ട്. വാട്ടർ ഡേ ഉണ്ട്, സോയിൽ ഡേ ഉണ്ട്. സോ ഓൺ ദീസ് ഡേയ്സ് they will be conducting some kind of campaigns, green marketing campaigns or campaigns against the plastic bags or reforestation. നമ്മൾ കാണാറുണ്ട് അഫോറസ്റ്റേഷൻ ചെയ്യുന്നത്. നമ്മൾ പിന്നെയും ചെടികൾ നടുന്നു. ഇപ്പം പരിസ്ഥിതി ദിനത്തിനൊക്കെ എന്ന് വെച്ചാൽ ചെടികൾ നടുക, ചെടികൾ കൊടുക്കുക, അങ്ങനത്തെ രീതിയിലെല്ലാം കാണും. ഇതെല്ലാം സോഷ്യൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ വരുന്നതാണ്. ആൻഡ് തേർഡ് വൺ ലൈക്ക് ദ സോഷ്യൽ ക്യാമ്പയിൻസ്. ഇപ്പം ആൻറ്റി ഡൗറി ക്യാമ്പയിൻ, അതുപോലെ റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ, ചിലപ്പോൾ പോലീസുകാരുടെയൊക്കെ റോഡ് സേഫ്റ്റി ക്യാമ്പയിൻസ് എല്ലാം കാണും. ദെൻ വിമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ക്യാമ്പയിൻസ്, അങ്ങനെയുള്ളതെല്ലാം വരുന്ന സോഷ്യൽ ക്യാമ്പയിൻസിലാണ്. ഇൻ ഓൾ ദീസ് വി ആർ യൂസിങ് ദ സോഷ്യൽ മാർക്കറ്റിംഗ്. That is, it is applied in the health promotion campaigns, environment protection campaigns and also social campaigns. ഇതുകൊണ്ട് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. വാട്ട് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മാർക്കറ്റിംഗ്? ദ കൺസെപ്ഷൻ ഓഫ് സോഷ്യലി ഡിസൈറബിൾ പ്രൊഡക്റ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ സോഷ്യലി
നല്ലതായിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അങ്ങനെ കൺസെപ്ഷൻ രീതി മാറും. ഇപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൊബാക്കോ യൂസ് ചെയ്യുന്നതെല്ലാം അതിന് മോശമാണ്. അതൊരിക്കലും സൊസൈറ്റിക്ക് നല്ലതുണ്ടാക്കുന്നില്ല. സോ വി ക്യാൻ ചേഞ്ച് ത്രൂ ദിസ് സോഷ്യൽ മാർക്കറ്റിംഗ്, ത്രൂ ദി ആൻറ്റി ഡ്രഗ്സ് ആൻഡ് ആൻറ്റി ടൊബാക്കോ ക്യാമ്പയിൻസ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇതിനെതിരെയാവുന്നുണ്ട്. സോ ദേ വിൽ സ്കിപ്പ്. സംടൈംസ് ദേ വർ യൂസിങ്, അവർ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും. ഇനി ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതാവും. സോ അൺഡിസൈറബിൾ ആൻഡ് ഹാംഫുൾ പ്രൊഡക്ട്സ് ഡു നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ സോഷ്യൽ മാർക്കറ്റിംഗ്. ഒരിക്കലും നമ്മൾ സോഷ്യൽ പ്രയോറിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ചീത്തയായ ഒരു പ്രൊഡക്റ്റിനെ സോഷ്യൽ മാർക്കറ്റ് ചെയ്യില്ല. ആൻഡ് സച്ച് പ്രൊഡക്ട്സ് വിൽ ബി eliminated from the society as a whole through this social marketing. Next one is promotes health consciousness. That is consciousness, sorry. അപ്പോൾ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആകും. എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് ഒരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട്, ഇപ്പോൾ എയ്ഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ക്യാമ്പയിൻ, അല്ലെങ്കിൽ ആൻറ്റി ടൊബാക്കോ, അല്ലെങ്കിൽ ഒരു പല രീതിയിലുള്ള ക്യാമ്പയിൻസ് ഇല്ലേ അസുഖങ്ങൾ പകരാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ കൊറോണയ്ക്ക് തന്നെയാണെങ്കിലും നമ്മൾ സോഷ്യൽ ക്യാമ്പയിനിങ് നടത്തുന്നുണ്ട് അല്ലേ. കീപ് ഡിസ്റ്റൻസ്, നമ്മൾ ടി വിയിൽ തന്നെ പരസ്യം കാണാറുണ്ട്, ഫോണിൽ ഇത് കേൾക്കാറുണ്ട്, കീപ് ഡിസ്റ്റൻസ് എന്നുള്ളത്. ഇതെല്ലാം വെച്ചാൽ ഹെൽത്ത് കോൺഷ്യസ്നെസ് നമ്മളിൽ ഉണർത്താൻ വേണ്ടിയത്. എപ്പോഴും കൈ കഴുകുക, കൈ കഴിഞ്ഞ് സൂക്ഷിക്കുക എന്ന രീതിയിൽ പറയുന്നില്ലേ. സോ ദീസ് ആർ അപ്പം കൊറോണയുടെ നമ്മുടെ വോയിസ് ഓവർ ഫോണിൽ കേൾക്കുന്ന, അതുപോലെ ടി വിയിൽ പരസ്യം കാണുന്നതെല്ലാം എന്ന് വെച്ചാൽ സോഷ്യൽ മാർക്കറ്റിംഗാണ്. അതൊരിക്കലും ഒരു പ്രൊഡക്റ്റിനെ വിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യത്തിന് നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിനാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. സോ ദാറ്റ് ഈസ് എ സോഷ്യൽ മാർക്കറ്റിംഗ്. തേർഡ് വൺ ഈസ് ഗ്രീൻ മാർക്കറ്റിംഗ് ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ സോഷ്യൽ മാർക്കറ്റിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്. എൻവയോൺമെൻറ്റിന് ഒരിക്കലും ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ സോഷ്യൽ മാർക്കറ്റിങ്ങിലൂടെ പ്രൊമോട്ട് ചെയ്യില്ല. ഓൾവേസ് വി വിൽ ബി ഫോക്കസിങ് ഓൺ ദി എൻവയോൺമെൻ്റൽ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്. ദാറ്റ് ഈസ് ദ ഗ്രീൻ മാർക്കറ്റിംഗ് ഇനീഷ്യേറ്റീവ്സ് വിൽ ബി അഡോപ്റ്റഡ് ഇൻ സോഷ്യൽ marketing. Next one is it helps to eradicate the social evils. Social evils എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഇൻടോക്സിക്കൻസ് എടുക്കുന്നത്, ഡ്രഗ്സ് കഴിക്കുന്നത്, ഇതെല്ലാം എന്ന് വെച്ചാൽ കഞ്ചാവ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ സോഷ്യൽ ഇവൽസ് ആണ്. അതൊരിക്കലും സൊസൈറ്റിക്ക് നല്ലത് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഈ സോഷ്യൽ മാർക്കറ്റിങ്ങിലൂടെ പുറത്താക്കാൻ പറ്റും. ഓർ വി ക്യാൻ എലിമിനേറ്റ് ദോസ് ഫ്രം ആ society. Then it helps to develop long-term relationship with the customers. ഈ ക്യാമ്പയിൻസിലൂടെ തന്നെ ഇപ്പം ഗ്രീൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്, അഫോറസ്റ്റേഷൻ ക്യാമ്പയിൻസ് എല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. ഇറ്റ് ക്രിയേറ്റ്സ് എ ഹ്യൂജ് കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലേ. നമ്മൾ പല കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്നു, പല ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. അതിൽ വലിയ ആൾക്കാരുണ്ടാവും, ചെറിയ ആൾക്കാരുണ്ടാവും. അങ്ങനെ നമ്മൾക്ക് നല്ല റിലേഷൻഷിപ്പിൽ, ബിക്കോസ് ദീസ് ഓൾ വർ ഡൺ ഫോർ സൊസൈറ്റിക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തമ്മിലായിരിക്കും റിലേഷൻഷിപ്പ് വരുന്നത്. സോ ദിസ് വിൽ ലീഡ് ടു ഗ്രേറ്റർ കസ്റ്റമർ ബേസ്. ദെൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറുന്നു ബിക്കോസ് ഓൾ ദ സോഷ്യൽ ഇവൽസ് ആർ റിമൂവ്ഡ്. നമ്മൾ ആ സോഷ്യൽ ഇവൽസിനെല്ലാം റിമൂവ് ചെയ്ത് നല്ല ഒരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ ഓൾവേസ് ഇറ്റ് വിൽ ലീഡ് ടു എ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടാനും സോഷ്യൽ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ചീപ്പസ്റ്റ് വേ ഓഫ് മാർക്കറ്റിംഗ്. ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റ്, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് ഒരു കമ്പനി അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റിന് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും വേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് കിറ്റെക്സ് എന്ന കമ്പനിയെ അറിയാമായിരിക്കും ഇല്ലേ, കിഴക്കമ്പലത്ത് എറണാകുളം സൈഡിലുള്ളൊരു കമ്പനിയാണ്. ദേ ആർ അഡോപ്റ്റിംഗ് ദ സോഷ്യൽ മാർക്കറ്റിംഗ്. അവർ കുറേ സോഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ സൊസൈറ്റിയിൽ, എന്ന് വെച്ചാൽ അവരുടെ പഞ്ചായത്തിൽ, അവരുടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ തന്നെ അവർ കുറേ രീതിയിലുള്ള സോഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ദാറ്റ് കേസ് ദേ ഡോണ്ട് വോണ്ട് എനി കൈൻഡ് ഓഫ് മോർ അഡ്വർടൈസ്മെൻറ്റ്സ്. ഇപ്പോൾ കിറ്റെക്സിന് വലിയൊരു അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ദേ ആർ റണ്ണിങ് എ 2020 ക്യാമ്പയിൻ. അവർ 2020 എന്ന് പറഞ്ഞിട്ടൊരു സൊസൈറ്റി തന്നെ റൺ ചെയ്യുന്നുണ്ട്. സോ ദീസ് ഓൾ ആർ ആഡിങ് ടു എ മാർക്കറ്റിംഗ്. അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ഇതിലും കൂടുതൽ വേറൊന്നും വേണ്ട. ഇറ്റ് ഈസ് എ ചീപ്പസ്റ്റ് വേ ഓഫ് മാർക്കറ്റിംഗ്. So these are the major advantages of having a social marketing. So we have discussed what is social marketing and what is the definition given by Philip Kotler and where it is applied, and also the advantages like conception of socially desirable products, promotes health consciousness,
Green marketing initiatives helps to eradicate the social events, helps to develop long-term relationship with customers and improvement of standard of living and last cheapest way of marketing. So these were discussed for this lecture. So first we have discussed what is meant by relationship marketing. ഇതെല്ലാം പുതിയ ട്രെൻഡ്സ് ആണ്. ദാറ്റ് ഇസ് റീസെൻറ്റ് ട്രെൻഡ്സ് മാർക്കറ്റിംഗിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Relationship marketing, then what are the steps, what are the levels, and what are the benefits, then the social marketing, its application and also the advantages. So today we can end with this social marketing, and next day we can start this online marketing. നമ്മളുടെ cyber marketing എന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് നാളെ or on the next day we can discuss. So that's all for the day. If you have any doubts, just message me. I can clear your doubts. Okay, thank you. We can meet in the next lecture.